ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ നമ്മളിവിടെ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. In him we have redemption. In him we have redemption. Through his blood. Through his blood. The forgiveness of our trespasses, according to the riches of his grace, which he lavished upon us in all wisdom and insight. Okay. പരിശുദ്ധനായ കർത്താവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നല്ല ആരാധനയ്ക്കും സാക്ഷ്യത്തിനും ഒക്കെയായി ദൈവത്തെ സ്തുതിക്കുന്നു. നിരവധനത്തിന് മുമ്പിൽ അല്പനിമിഷങ്ങൾ ഞങ്ങളായിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിരവധനത്തിന് വാതിൽ തുറക്കണമേ. കർത്താവിന്റെ മെസ്സേജിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രവേശിപ്പാൻ തരണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. നിന്റെ പ്രശ്നം മറവിലടിനെ മറക്കണമേ. വചനത്തിന്റെ വാതിൽ തുറന്നു തരണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് പ്രൈസിങ് ഗോഡ് ഫോർ ഹിസ് സാൽവേഷൻ. ദൈവം എന്ന രക്ഷയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത്. നമ്മളോട് വായിച്ചത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് ഒരനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയല്ല, സ്വർഗത്തിൽ നിന്ന് ലഭിച്ച സ്വർഗീയമായ പരിശുദ്ധാത്മാവ് മൂലം ലഭിച്ച യേശു ക്രിസ്തുവിൽ ലഭിച്ച പിതാവിലൂടെ ലഭിച്ച സകല അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നിനെ ഒന്ന് എടുത്തു പറയുക അല്ലെ. ആക്ച്വലി ഇത് നോക്കിയാൽ ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന്. എവിടുന്ന് ആരംഭിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷനിൽ നിന്നാണ് ആരംഭിച്ചത്. അത് പിന്നെ ഇലക്ഷനിൽ നിന്ന് പിന്നെ എന്തിലേക്ക് പോയി? പിന്നെ നമ്മൾ അടുത്തത് കണ്ടത് അഡോപ്ഷൻ ആണ് അല്ലെ. അവൻ നമ്മെ ദത്തെടുത്തു, തന്റെ മക്കളാകുവാൻ പുത്രത്വം തരുവാൻ അവൻ നമ്മെ ദത്തെടുത്തു. എങ്ങനെ ദത്തെടുത്തു? തന്റെ മുൻനിർണയ പ്രകാരം അതിനുവേണ്ടി നമ്മെ മുൻ നിയമിച്ചു. ഇലക്ഷൻ കണ്ടു, പിന്നീട് നമ്മൾ കണ്ടത് അഡോപ്ഷൻ ആണ് കണ്ടത്. ത്രൂ പ്രിഡെസ്റ്റിനേഷൻ, പ്രിഡെസ്റ്റിനേഷനിലൂടെ ദൈവം നമ്മളെ ദത്തെടുത്തു. ഇനി മൂന്നാമത് അത് 4, 5, 6 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞു. അവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഫാദർ അക്സെപ്റ്റഡ് അസ് എന്നും കൂടെ വായിക്കുന്നുണ്ട്. അവൻ നമ്മെ പിതാവ് നമ്മെ സ്വീകരിച്ചു എന്നും കൂടെ നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യം മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് സൂചിപ്പിച്ചത്. മലയാളം ബൈബിളിലൊക്കെ ഒറ്റ വാക്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഞാനിവിടെ 8-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു, എങ്കിലും 7-ാമത്തെ വാക്യമായിരിക്കും ഞാൻ ഇന്നും ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ വായിക്കുന്നത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായി മലയാളത്തിൽ 2 ഫുൾ സെന്റൻസുകളായിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. NIV-യിൽ ഏകദേശം എനിക്കൊന്ന് വായിച്ചത് NIV ആണെന്ന് തോന്നുന്നു. ESV ആണ് വായിച്ചത്. അല്പ വ്യത്യാസമുണ്ട്. NIV വായിക്കുന്നത് ഇങ്ങനെയാണ്: റിഡംപ്ഷൻ ത്രൂ ഹിസ് ബ്ലഡ്, the forgiveness of sins in accordance with the riches of God's grace that he lavished on us with all wisdom and understanding. Insight, that is both are same. വളരെ സെയിം ആണ്, അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ വായിച്ചത് അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അടുത്ത വാചകത്തിൽ നമ്മൾ വായിച്ചത് അതവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായിട്ട് നൽകിയിരിക്കുന്നു. അവിടെ 2 അനുഗ്രഹങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 അനുഗ്രഹങ്ങളിൽ ഓരോന്നിനെ ഒന്ന് പറയാം. എന്നാൽ അതിൽ ആദ്യത്തെ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ നമുക്ക് വീണ്ടെടുപ്പ് നൽകി തന്നു. ആ വീണ്ടെടുപ്പിനെ ഒന്നുകൂടി ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടെടുപ്പിൽ നമുക്ക് ലഭിച്ചത് എന്തുവാ? പ്രധാനമായും ലഭിച്ചത് എന്താ? അവിടെ വായിക്കുന്നത് പാപങ്ങളുടെ മോചനം. അവനിൽ നമുക്ക് അല്ലെങ്കിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് കൊലോസ്യ ലേഖനത്തിൽ സിമിലറായി തന്നെ എഴുതിയിരിക്കുന്നത് 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് കഴിയും. അടുത്തത് പറയാൻ ആ കൂട്ടത്തിൽ നമുക്ക് എന്ത് കൂടെ തന്നു? ജ്ഞാനവും വിവേകവും തന്നു എന്നാണ് വായിക്കുന്നത്. ജ്ഞാനവും വിവേകവും തന്നു. എങ്ങനെ തന്നു? തന്റെ കൃപാധന പ്രകാരം
ധാരാളമായി നമ്മോട് കാണിച്ച കൃപാധന പ്രകാരം യേശുക്രിസ്തുവിൽ നമുക്ക് ജ്ഞാനവും വിവേകവും കൂടെ തന്നിരിക്കുന്നു. ആ രണ്ടാമത്തെ ഭാഗം നമുക്ക് പിന്നീട് എടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വീണ്ടെടുപ്പിനെ കുറിച്ചല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു പ്രസംഗം കൊണ്ട്, ഒരു മെസ്സേജ് കൊണ്ട് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ വിട്ടിട്ട് അടുത്ത ചിന്തയിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ ആഴ്ച അല്പം കൂടെ കൂടുതലായി പഠിക്കാനായിട്ടും ധ്യാനിക്കാനായിട്ടും ഇരുന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയണം എന്ന് ദൈവാത്മാവ് എനിക്ക് ഒരു പ്രേരണ തന്നു. എന്റെ വചന പഠനത്തിൽ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ വീണ്ടെടുപ്പിൽ തന്നെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് വീണ്ടെടുപ്പ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ? സെറ്റിംഗ് ഫ്രീ ബൈ പേയിങ് എ പ്രൈസ്, ബൈ പേയിങ് എ റാൻസം. ഒരു വില കൊടുത്ത് ഒരടിമയായവനെ വിലയ്ക്ക് വാങ്ങിയിട്ട് മോചിപ്പിക്കുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് എന്ന് പറയും. നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ആരും അടിമകൾ ആയിരുന്നില്ല. അടിമ ചന്തകൾ നമ്മൾ കണ്ടിട്ടില്ല. അടിമ വ്യവസ്ഥിതികൾ നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ വിദൂരമായ ഭാവനയിൽ പോലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത് നമ്മുടെ ചിന്തകളിൽ കാണപ്പെട്ടില്ല. എന്നാൽ റോമൻ സാമ്രാജ്യത്തില് ദശലക്ഷക്കണക്കിന്, മില്യൺസ് കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഭകളിൽ, പ്രത്യേകിച്ച് എഫെസോസിലെ സഭയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും മുൻകാലത്ത് അടിമയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ വീണ്ടെടുപ്പിന് 3 തരത്തിലുള്ള രീതികളുണ്ട്, അല്ലെങ്കിൽ 3 ആശയങ്ങൾ വീണ്ടെടുക്കുന്ന കാര്യത്തിലുണ്ട്. ഞാൻ ഒന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണെങ്കിലും ഒന്ന് ഒരൊറ്റ വാക്ക് ഓർപ്പിക്കുക. എന്റെ ഗ്രീക്ക് വാക്കൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? ഒന്ന്, ദിസ് ഈസ് ദ പ്ലേസ് ഓഫ് എ സ്ലേവ് മാർക്കറ്റ്. ആ ഒരു സ്ലേവ് മാർക്കറ്റിന്റെ പ്രതീതിയാണ്, അല്ലെങ്കിൽ ചിത്രമാണ്, ഒരു ഇമേജറിയാണ് അവിടെ കിട്ടുന്നത്. ഒരു മനുഷ്യൻ വന്നിട്ട് ഒരടിമയ്ക്ക് വില പറഞ്ഞ് ആ ചന്തയിൽ നിന്ന് ആ അടിമയെ വാങ്ങുന്നു, അല്ലെ? അതാണ് ഒന്നാമത്തെ ഘട്ടം. He buys that slave. ആ അടിമയെ അദ്ദേഹം വാങ്ങുന്നു. രണ്ടാമത് എന്താ ചെയ്യുന്നത്? He brings him out of that market. ആ മാർക്കറ്റിൽ നിന്നും ആ അടിമയെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇപ്പൊ അവൻ ആരാ? മാർക്കറ്റിലല്ല, വില കൊടുത്തു, പക്ഷെ ഇപ്പോഴും അവൻ അടിമ തന്നെയാണ്. ആരുടെ അടിമയാണ്? ആര് വില കൊടുത്ത് വാങ്ങുന്നു ആ വ്യക്തിയുടെ അടിമയാണ്. ഈ ചന്തയിൽ അവനെ കൊണ്ട് വെച്ചത് എന്തിനു വേണ്ടിയാ? അതിന് പഴയ മാസ്റ്റർക്ക് അവനോട് ഇഷ്ടമില്ലാതായ കാണും, അല്ലെ? അവൻ ഒഴിവാക്കാൻ ശ്രമിച്ചു കാണും. അതിനെയാണ് ഇവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് മറ്റൊരാൾ വന്ന് വാങ്ങി. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല, അതിനകത്ത് അതിശയമൊന്നുമില്ല. ഇപ്പോഴും അവൻ അടിമയാണ്. എന്നാൽ ആ യജമാനൻ വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നത്? അവനെ സ്വതന്ത്രമായി വിടുകയാണ്. അപ്പോൾ അവന് ചോദിച്ച വില കൊടുത്തിട്ട് ആ മനുഷ്യൻ വാങ്ങിയിട്ട് അവനെ സ്വാതന്ത്ര്യത്തോടെ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി വിടുന്നതാണ് വേദപുസ്തകം പറയുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് ഒരു ഘട്ടത്തിൽ മാത്രം നീങ്ങുന്നില്ല. നമുക്ക് വില കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, നമ്മെ ഇവിടെ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമായില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏതിലിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നത്? അത് ഞാൻ 3 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞത് പാപത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. 2, ഞാൻ പറഞ്ഞത് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നു. 3, ഞാൻ പറഞ്ഞത് സാത്താന്റെ അധികാരത്തിൽ നിന്ന്, ആ കൂട്ടത്തിൽ പറയാം ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ ശക്തിയിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ തന്നു, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ഇവിടെ 4 അതിനെ പറയാം. 4 മാത്രമല്ല, കൂടുതൽ പറയാനുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഒന്ന്, ഈ 3 കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. ഒന്ന്, he delivered us out of the power of sin. പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 2, അവൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. 3-മത്തത് സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. 4-മത്തത് ലോകത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. 4 കാര്യം പറയാം. ഇനി പറയാം, ജഡത്തിന്റെ അധികാരത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു. മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ഇതെല്ലാം അതിൽ നിന്ന് വരുന്നതാ, ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന. ഞാൻ പ്രസംഗിക്കാൻ ഒരു കാര്യമുണ്ട്. ഈ പാപം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണോ? എന്നാ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് പാപം അത്ര വലിയ പവർഫുൾ ഒരു ഫോഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എനിക്കിന്ന് പാപം ചെയ്തേലേ ഒക്കത്തുള്ളൂ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പാപം ചെയ്യാതെ ജീവിക്കത്തില്ലേ?
ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും അല്ലേ? അപ്പൊ ഈ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ, അതങ്ങനെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് അല്ലേ? വളരെ സിമ്പിളായ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ ആ ഡോർ ഓട്ടോമാറ്റിക് അല്ലേ, പഴയ ഭാഷയിൽ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളത് തുറന്നു വെച്ചിട്ട് പോന്നാൽ മതി, തന്നെ അത് അടഞ്ഞുകൊള്ളും. ഇപ്പൊ പലതും ഓട്ടോമാറ്റിക്കാണ്. നിങ്ങളൊരു മോളിലേക്ക് ചെല്ലുമ്പോൾ ആ ഡോർ നിങ്ങളുടെ മുമ്പിൽ തുറക്കും അല്ലെ, നിങ്ങൾ കയറി കഴിയുമ്പോൾ അത് അടയും. സോ മെനി തിങ്സ് ആർ ഓട്ടോമാറ്റിക്. ശരിയാ, വിജയപ്രദം പറഞ്ഞ വളരെ കറക്റ്റ് ഒരു വാക്കാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ വേറൊരു കാര്യം, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ പാപത്തോട് അത്ര വലിയ പേടിയുണ്ട്. ഇത് പലരും ചോദിക്കുന്നത് എന്താ, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്? ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവർ ചോദിക്കാറുണ്ട്. പ്രായമുള്ളവർ പൊതുവെ അങ്ങനെ പറയാറില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിച്ചതിന്റെ പ്രത്യേകത എന്താ, അതുകൊണ്ടുള്ള ഗുണം എന്താ? ഈ പാപം അത്ര വലുതാണോ? അത്രയ്ക്ക് ഉപദ്രവകാരിയാണോ? മാരകമാണോ? കൃത്യമല്ലേ? എന്റെ ചോദ്യം കറക്റ്റ് അല്ലേ? അതിനൊരു ഉത്തരം വേണ്ടേ? ഒരു ഉത്തരം വേണ്ടേ? എന്താണ് ഈ പാപം ഇത്ര പ്രശ്നമുള്ളതാക്കി തീരാനായിട്ട് കാരണമായി തീർന്നത്? അതിന് നമുക്ക് ഉത്തരം തരുന്ന അപ്പോസ്തലനായ പൗലൂസാണ്. അതുകൊണ്ട് പൗലൂസിന്റെ ചിന്തയിലേക്ക് അല്പം ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഒന്ന് ചിന്തിച്ചെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. ഇതിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ അർത്ഥവും മനസ്സിലായിക്കോളൂ ഓട്ടോമാറ്റിക്കലി. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ ഒന്ന് രണ്ട് ചിന്തകളുണ്ട്, നിങ്ങളത് മറക്കരുത്. ഞാൻ അതിലേക്ക് തിരിച്ചു ഇപ്പോൾ ഉടനെ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അതിന് ആ പ്രസംഗം തന്നെ ആയി പോകുമല്ലോ. ലളിതമായി നമ്മൾ പറഞ്ഞു, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഫ്രീ ബൈ പേയിങ് എ പ്രൈസ്. ഒരു വില കൊടുത്ത് ഒരുവനെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിക്കുക. കർത്താവ് ആണ് അത് ആദ്യം പറഞ്ഞത്. ആദ്യമല്ല, പുതിയ നിയമത്തില് കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രൻ അനേകർക്ക് ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യമാണ്. ഇനി പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയൊക്കെ വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നുണ്ടോ ഓർക്കണം, അതൊക്കെ വീണ്ടെടുപ്പിന്റെ ചിത്രങ്ങളാണ്. അപ്പൊ വീണ്ടെടുപ്പ് എന്ന പദമില്ലായിരിക്കാം, എന്നാൽ വീണ്ടെടുപ്പിന്റെ ചിത്രങ്ങളാണ്. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീണ്ടെടുപ്പ് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യമുള്ളതായി അപ്പോസ്തലനായ പൗലോസ് പറയാൻ കാരണം പൗലോസ് മാത്രമല്ല, പത്രോസ് പറയുമ്പോഴും അത് തന്നെയാണ്, സുവിശേഷങ്ങൾ വായിക്കപ്പെടും അങ്ങനെ തന്നെയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കപ്പെടും അങ്ങനെ തന്നെയാണ്. സുവിശേഷങ്ങളിൽ അധികം നമുക്ക് ഫോക്കസ് ചെയ്ത് അത് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രവും തന്റെ അടക്കവും പുനരുത്ഥാനവും ഒക്കെയാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തിരുന്നാൽ കർത്താവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും കർത്താവിന്റെ മേശയെ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുമല്ലേ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ രക്തം അല്ലെ, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന, നിങ്ങൾക്കായി നൽകപ്പെടുന്ന എന്റെ ശരീരം. എന്താണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം? എന്താണ് ഇതൊക്കെ അർത്ഥമാക്കുന്നത്? അതിന് നമുക്ക് അല്പം ഒന്ന് പുതിയ നിയമത്തിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ ഈ വാക്യം നമ്മളോട് പറയുന്നത് എന്താ? ഈ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കൊടുക്കേണ്ടി വന്ന വില വളരെ വലിയ വിലയാണ് അല്ലേ? എന്താ അവിടെ വായിക്കുന്നത്? പൗലോസാണ് പറയുന്നത്. ഒന്ന് വായിച്ചേ ആ 7-ാം വാക്യം. നമ്മളിപ്പോ പലതവണ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? അവിടെ വായിക്കുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു? എന്താ വീണ്ടെടുപ്പ്? പൗലോസിന്റെ ഭാഷയാണ് പറയുന്നത്. അതിക്രമങ്ങളുടെ മോചനം. അതിക്രമങ്ങൾ മോചിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാകൂ. അതിന് കൊടുത്ത വില എന്തുവാ? തന്റെ പുത്രന്റെ അവന്റെ രക്തത്താൽ. അവന്റെ രക്തമാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എവിടെയൊക്കെ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് വായിക്കുന്നോ അതിന്റെ അർത്ഥം എന്താ? അവന്റെ ജീവൻ മറുവിലയായി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ ക്രൂശ് മരണമാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശാണ് പ്രധാനം. സ്തോത്രം. പൗലോസ് തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വീണ്ടും 1-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് പലതവണ പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ക്രിസ്തുവിനെ അറിയാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കണമെന്നല്ല പറഞ്ഞത്,
നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ എന്ത് ചെയ്യണം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരുവരെയും അറിയാത്തവനായിട്ട് ഇരിക്കണം. എവിടെയൊക്കെ താൻ പറഞ്ഞു? അവിടെയൊക്കെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ പറയുന്നത്. എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എന്താ? യേശു ക്രിസ്തുവിന്റെ മരണത്തിനാണ്. അപ്പൊ വേറൊരു പ്രശ്നം, ഈ കർത്താവ് മരിച്ചതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്നാ? നമുക്ക് അത്യാവശ്യം കിട്ടാനുള്ളത് കിട്ടിയാൽ പോരെ? മാത്രമല്ല, നമ്മൾ കർത്താവിന്റെ ക്രൂശിനെ എന്തുമായിട്ടാണ് പലപ്പോഴും ഒക്കെ ഇക്വേറ്റ് ചെയ്യാനുള്ളത്? ക്രൂശിന് നമുക്ക് വല്ലതുമൊക്കെ കിട്ടാനുള്ള ഉപാധിയാണ്. യേശുവിന്റെ ക്രൂശിൽ നമുക്ക് ചില നന്മകളൊക്കെ കിട്ടാനുള്ള ഉപാധിയാണ്. ഓക്കെ, തൽക്കാലം ഞാൻ മടങ്ങി വരാം. കാരണം ആ ചിന്തകളിലേക്ക് അങ്ങനെ പോയാൽ മറ്റു പല കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യർ 1:14 വീണ്ടും അവിടെ തന്നെയുണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. താഴേക്ക് വായിച്ചു വരുമ്പോഴും കർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും കൂടെ പൗലോസ് പറയുന്നത് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ അല്പം കൂടെ സംക്ഷിപ്തമായിട്ട് പറയുക, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകലിൽ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, what does the death of Jesus mean in our salvation? നമ്മുടെ രക്ഷയിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിനുള്ള പ്രത്യേകത, സവിശേഷത എന്താണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? എന്താ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇനി അതിലേക്ക് വരുമ്പോൾ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചിട്ട് അതൊന്ന് കാച്ചിക്കുറുക്കി പൗലോസ് പറയുന്ന സുവിശേഷം ഒന്നെടുത്താൽ പൗലോസിന്റെ തിയോളജി മുഴുവനും ഒറ്റ വാചകത്തിൽ സംഗ്രഹിക്കാം. അതിങ്ങനെയാണ്: we are all sinners in need of redemption. നമ്മളെല്ലാം ആരാ? വീണ്ടെടുപ്പ് ആവശ്യമായ പാപികളാണ്. അറിവില്ലാത്ത ആളാണോ പൗലോസ്? അല്ല. ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭനായ ന്യായപ്രമാണ ഗുരുവിന്റെ കാൽക്കീഴിൽ ഇരുന്ന് ന്യായപ്രമാണം ഹൃദിസ്ഥമാക്കിയ മനുഷ്യനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സന്നദ്രീ സംഘം പോലെയുള്ള അവിടുത്തെ ഹൈക്കോർട്ടിന്റെ ഒരു ജഡ്ജിയുടെ സ്ഥാനത്ത് കൊല്ലാനും തല്ലാനും ഒക്കെ അധികാരം കിട്ടിയ ഒരു മനുഷ്യനാണ്. ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്നയാളാ. വെറുതെ പറയുകയല്ല, അരത്തി ഉളഞ്ഞു പഠിച്ചിട്ട് പറയുകയല്ല. ആ മനുഷ്യൻ ഞാൻ ഈ ഒരു ചിന്തയിലേക്ക് വന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയായിരിക്കും പൗലോസ് ഈ ഒരു ചിന്തയിലേക്ക് വന്നത്? എല്ലാ മനുഷ്യരും പാപികളാണെന്നും എല്ലാവർക്കും വീണ്ടെടുപ്പ് ആവശ്യമുണ്ടെന്നും പൗലോസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? തന്റെ ന്യായപ്രമാണ പഠനത്തിൽ നിന്നാണോ? താൻ കേവലം ന്യായപ്രമാണം പഠിച്ചിട്ട് അത് മനഃപ്പാഠമാക്കി പാലിച്ചുകൊണ്ടിരുന്ന ഒരാളാണോ? എന്താ പൗലോസിന് തന്നെ കുറിച്ച് തന്നെ പറയാനുള്ള സാക്ഷ്യം? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്. പിന്നെ വായിച്ചു ആരെങ്കിലും എടുത്തെങ്കിൽ പരിച്ഛേദന ഏറ്റവൻ, പിന്നെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച്. ഇനി അടുത്ത വാക്യം നോക്കിക്കേ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വായിച്ചേ, as to the righteousness which is in the law, blameless. വേറെ ഏതെങ്കിലും രീതിയിലുണ്ടോ? According to the righteousness of stipulated in the law, according to the righteousness that is stipulated in the law, I was blameless. എന്താ ഇതിന്റെ അർത്ഥം? പറയാണ്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്, പിന്നെ ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ് എന്ന്. പിന്നെ അടുത്ത പറയുന്നത് എന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒറിജിനൽ ജ്യൂ ആ. ചുരുക്കി പറഞ്ഞാൽ രക്തം കൊണ്ട് മാത്രം ജ്യൂ അല്ല, കർമ്മം കൊണ്ട് മാത്രം ജ്യൂ അല്ല. നിങ്ങൾ ഏത് അളവുകോല് കൊണ്ട് എന്നെ അളന്നാലും ഞാൻ എബ്രായനാണ്, ഞാൻ പരീശനാണ്. ഇനി പറയാം, നിങ്ങൾ ന്യായപ്രമാണം കൊണ്ടുവന്നിട്ട് എന്നെ ഒന്ന് വിധിക്കാൻ നോക്കിയാൽ
ഞാൻ ആരായിട്ട് വരും? ബ്ലെയിംലെസ്. ഒരു ബ്ലെയിമും എനിക്കെതിരെ ആർക്കെങ്കിലും അത്ര കൃത്യമായി പറയാൻ പറ്റുമോ എന്ന് പറയാൻ അത്ര റിഗറസ് ആയിട്ട് ഈ ന്യായപ്രമാണം അനുസരിച്ചു വന്നയാളാ. അപ്പൊ എന്തിനായിരിക്കും ന്യായപ്രമാണം അനുസരിച്ചത്? നീതിമാനാകാനായിട്ടാ. പൗലോസ് പഴയ നിയമം അറിയത്തില്ലേ? ദൈവം പറഞ്ഞേനാ ഇത് അനുസരിക്കണമെന്നല്ലേ, ഇത് പാലിക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്. അതിനനുസരിച്ച് പറഞ്ഞാൽ അതിന്യൻ. അപ്പൊ ചോദിക്കട്ടെ, പൗലോസേ എങ്ങനെ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്? ഈ ചിന്തകൾക്കൊരു വ്യത്യാസം ഉണ്ടായത് എന്താ? അത് തുടങ്ങുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ്. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ മാനസാന്തരം. പൗലോസിന്റെ മാനസാന്തരം എന്ന് പറയുമ്പോൾ പൗലോസിന്റെ ലോകത്തെ, പൗലോസിന്റെ ചിന്തകളെ, പൗലോസിന്റെ തിയോളജിയെ, പൗലോസിന്റെ ആശയങ്ങളെ കീഴ്മേൽ മറിച്ച ഒരു സംഭവമാണ് ഡമസ്കോസിലേക്കുള്ള തന്റെ യാത്രയിൽ. ഒരു നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചത്തിൽ യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ടത്. ശ്രദ്ധിക്കണേ, ആ ഒരു സംഭവം പൗലോസിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പൗലോസ് ചോദിച്ച ചോദ്യം എന്താ? പൗലോസ് ചോദിച്ച ചോദ്യം ഹു ആർ യു സർ എന്നാ ചോദിച്ചേ. നമ്മൾ വായിക്കുന്നത് ഹു ആർ യു ലോർഡ്. പക്ഷേ അതിന്റെ മോഡേൺ ട്രാൻസ്ലേഷൻ ആരാണ് തന്നെ തല്ലി താഴെയിട്ടതെന്ന് അറിയില്ല. ചോദിക്കാം, നീ ആരാകുന്നു കർത്താവേ? അടുത്ത വാചകം എന്താ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടായിരിക്കുമോ? ഉണ്ടാകും. കാരണം പൗലോസും യേശുവും ലോകപ്രകാരം ഒരേ പ്രായക്കാരായിരുന്നു. അധിക വ്യത്യാസമില്ല. രണ്ടുപേരും എവിടെയാ? യെരുശലേമിലായിരുന്നു. യേശുവിന്റെ അവസാന കാലം എവിടെയാ? യെരുശലേമിലായിരുന്നു. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കാം. ചില തിയോളജിയത്തിൽ പഠിതാക്കളൊക്കെ പറയുന്നത് യേശുവിന്റെ ശബ്ദം ഈ ശൗലിന് നന്നായി പരിചയമുണ്ടായിരിക്കുമെന്നാണ്. ഈ താഴെ തള്ളിയിട്ടപ്പെട്ടപ്പോൾ ശൗൽ കേട്ട ശബ്ദം എന്തെന്നറിയാമോ? കുറെ ദിവസങ്ങൾക്ക് പുറകില് ആ കാൽവറിയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ കിടന്നുകൊണ്ട് സ്തോത്രം, പിതാവേ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന് തുടങ്ങി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട ഒരു വോയിസ് ഉണ്ട്, ഒരു ശബ്ദമുണ്ട്. ഏതാൾക്കൂട്ടത്തിലും എന്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാമോ? പിന്നെ എത്ര നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ പലരുടെയും ശബ്ദം എനിക്ക്, എല്ലാവരുടെയും പലരുടെ എല്ലാം ശബ്ദം എനിക്ക് തിരിച്ചറിയാമോ? തീർച്ചയായിട്ടും അറിയാം അല്ലേ? ഞാനിവിടെ വന്ന് ചാർജ് എടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും സാക്ഷി പറയുമ്പോൾ ഞാൻ നോക്കും ആരാ പറയുന്നത്. ഞാൻ മിക്കവാറും നിൽക്കുകയായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്കിത് പുറകിരുന്നാലും അറിയാം ആരാ സാക്ഷ്യം പറയുന്നത്. വോയിസ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾ പറ, പൗലോസിനെ ഇത് കൺഫ്യൂസ് ചെയ്ത് കാണുമോ? കാണും. കാരണം എന്നാ? യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്, 50-ാം ദിവസം പെന്തക്കോസ്ത് നാള്. അത് കഴിഞ്ഞപ്പോൾ ചില വർഷങ്ങളായി. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചില വർഷം മുമ്പ് ക്രൂശിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു തച്ചൻ, അവൻ ചോദിക്കുകയാണ്, അവൻ പറയുകയാണ്, നീയാണ്, ഞാനാണ് നീ ഉപദ്രവിക്കുന്ന യേശു. അവിടെ വെച്ച് പൗലോസിന് ഒരു കാര്യം നന്നായി ബോധ്യമായി, ഇവൻ ദൈവമാണ്. പൗലോസ് മറ്റൊരിടത്ത് കണ്ടെത്തിയ കാര്യമല്ല. ആ മാറ്റത്തിൽ പൗലോസിന് മനസ്സിലായി അവൻ ദൈവമാണ്. മറ്റൊരിക്കലും പൗലോസിനെ സംശയിച്ചിട്ടില്ല ആ കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ച ക്ലാസ്സിൽ പറഞ്ഞു, ആ ഉപാധ്യായത്തിനെ വായിച്ച് താഴേക്ക് വരുമ്പോൾ ദമസ്കോസിൽ തന്നെ പാർത്തുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ പാർക്കുന്ന യഹൂദന്മാരെ കൺഫൗണ്ട് ചെയ്തെന്നാണ്. മലയാളത്തിൽ മിണ്ടാതാക്കിയെന്നാണ്. അവരെ തച്ചുടച്ചു നിരമ്പരിയാക്കി കളഞ്ഞതാണ്. കുറെ ദിവസം മുമ്പ് വരെ ആരായിരുന്നു? ഈ മാർഗക്കാരായ വല്ലവരെ കണ്ടുകിട്ടിയാൽ അവരെ വലിച്ചിഴച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോകണമെന്നും അല്ലെങ്കിൽ കൊന്നുകളയണമെന്നും വിചാരിച്ച് കുലയും മറ്റു വാക്കുകൾ നിശ്വസിച്ചുകൊണ്ടെന്നാണ്. He was breathing murder എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരെയും കണ്ടാൽ ജീവനോടെ പിടിച്ചുകൊണ്ട് പോകണമെന്നല്ല, കൊന്നുകളയണമെന്നിട്ട് വന്ന മനുഷ്യനാ. ഇപ്പോൾ തിരിച്ചെന്താ സംഭവിക്കുന്നത്? അവിടെ പാർക്കുന്ന മറ്റ് യഹൂദന്മാരെ യേശുക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് യഹൂദന്മാരെ മിണ്ടാതാക്കി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? പൗലോസിന്റെ ചിന്തകൾ കീഴ്മേൽ മറിഞ്ഞു. പൗലോസിന്റെ മുൻവിധികളൊക്കെ മാറി. എന്താ പൗലോസ് മുമ്പേ പറഞ്ഞത്? ന്യായപ്രമാണത്തിലെ
നീതി സംബന്ധിച്ച് ആ നിന്ദ്യനതല്ലേ പറഞ്ഞത്. ഇപ്പൊ ആ ചിന്ത മാറി. അനന്യാസ് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത്? നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചേക്കുകയാണ് അല്ലേ? അത് തന്നെ ശൗലിന് എത്രത്തോളം അത്ഭുതകരമായിരിക്കും. ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നും ആരാണ് ഇടപെട്ടതെന്നും ആരാണ് തള്ളി താഴെയിട്ടതെന്നും ഈ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു? പൗലോസിന്റെ ചിന്തകൾ അടിമുടി മാറിയ ഒരു സംഭവമാണ്. ആ സംഭവത്തിന്റെ അവസാനം എന്താണ്? തനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായി, യേശുവാണ് ദൈവം, യേശു ദൈവമാണ്. ഒന്നുകൂടെ തിരിച്ചു നോക്കി. പൗലോസ് ആരായിരുന്നു? പരീശൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം എല്ലാ ദിവസവും പറയുന്നയാളാ. എന്താ യഹൂദന്റെ വിധി, യഹൂദന്റെ ആശയം, യഹൂദന്റെ വിശ്വാസം? ക്ഷേമ നിങ്ങൾക്ക് ആവർത്തന പുസ്തകം 6 അധ്യായത്തിൽ വായിക്കാൻ പറ്റും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. ആ ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനാണെന്ന് വന്നുവെന്ന് യഹൂദൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായിരുന്നു അവരുടെ പ്രശ്നം. യേശുവിനെ തൂക്കിക്കൊന്നതിന്റെ കാരണം എന്താ? ക്രൂശിച്ചതിന്റെ കാരണം എന്താ? അവൻ ദൈവപുത്രനെന്ന് ക്ലെയിം ചെയ്തതാണ്. അപ്പൊ അത് അംഗീകരിക്കാത്ത വ്യക്തികളിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയി അതിനെ എതിർക്കുന്നയാളാണ് ഈ ശൗൽ അല്ലെ, പൗലോസ്. അപ്പൊ യേശു ദൈവമാണെന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാതെ ഇരിക്കാൻ ശ്രമിച്ച കാര്യമാണ്. ഇപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എന്തിനാണ് ദൈവം തന്നെ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ഇസ്രായേലിന്റെ വിടുതലിന് സംഭവിച്ചോ? ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ അങ്ങനെ സംഭവിച്ചോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പൗലോസിന് മനസ്സിലായി, അത്ര വലിയൊരു വില ദൈവം കൊടുക്കണമെങ്കിൽ, ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്, സ്തോത്രം, കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അവൻ ജീവൻ നൽകണമെങ്കിൽ, അത്ര വലിയ വില കൊടുക്കണമെങ്കിൽ ആ വിലയിലൂടെ നേടിയ കാര്യവും വലുതായിരിക്കണം. A great cost for a great cause. Here the cause is the greatest, the redemption of man, and the cost is also greatest. കാരണവനാണ്. നിങ്ങൾ ആവർത്തന പുസ്തകം എല്ലാ വാക്യവും എടുക്കുന്നില്ല, സമയമില്ല. ഞാൻ ദർശനെ താല്പര്യം വിശദീകരണം കൂടിപ്പോയി. 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും, ദൈവം ഇസ്രായേലിനെ വീണ്ടെടുക്കുകയാണ്. സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ ജനത്തെ വീണ്ടെടുത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പലയിടങ്ങളിൽ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ വീണ്ടെടുപ്പാൻ ദൈവം ഇതുപോലെ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നായിരിക്കും, പ്രത്യക്ഷത ഉണ്ടായിരിക്കാം. പക്ഷെ ഇതുപോലെ വന്നോ? ഒരിക്കലുമില്ല. പൗലോസിന് മനസ്സിലായില്ല. സോ വാട്ട് ഈസ് ദ റീസൺ? ആ ചിന്തയിലാണ് പൗലോസിന് മനസ്സിലായത് മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ. പൗലോസിന് മനസ്സിലായി, മനുഷ്യൻ പാപത്തിന് അധീനനാണ്. Man is a slave to sin. ഇതാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, ഇവിടെ വായിക്കാൻ നേരമില്ലല്ലോ, എനിക്ക് നിങ്ങൾക്കൊരു എക്സസൈസ് തരാനുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഒരു എത്ര തവണ വായിക്കാൻ പറ്റുമോ വായിക്കുക. 1 റോമാലേഖനം 7-ാം അധ്യായം, 2 ഗലാത്യ ലേഖനം മുഴുവനും, പ്രത്യേകിച്ച് 4-ാം അധ്യായം. ഇതിലേറ്റവും പ്രധാനം നിങ്ങൾ പാപത്തെ കുറിച്ചാണ്. റോമാലേഖനം 6-ാം അധ്യായവും 7-ാം അധ്യായവും വായിക്കുക, പ്രത്യേകിച്ച് 7-ാം അധ്യായം. ഞാൻ അതൊന്ന് ചുരുങ്ങിയ രീതിയിൽ ഒന്ന് വിശദീകരിച്ചിരുന്നത് എന്ന് ഈ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. പൗലോസിന് മനസ്സിലായി, തന്റെ പുത്രൻ തന്നോട് സംസാരിച്ചത് ആരാ? ദൈവമാ. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അംഗീകരിക്കാത്തൊരു കാര്യം തന്നെ അംഗീകരിച്ചു. ദൈവമാണ് യേശു. യേശുവിന്റെ ദൈവത്വം തന്റെ മാനസാന്തരത്തിങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഞാനിപ്പോ പറഞ്ഞല്ലോ, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ അവൻ മിണ്ടാതാക്കിയത് എന്ന് പറഞ്ഞ യേശു തന്നെ ദൈവപുത്രനെന്ന്. കുറെ കഴിഞ്ഞപ്പോ ബർന്നബാസും ശൗലും ഒക്കെ തേടി ചെല്ലുമ്പോൾ യെരൂശലേമിൽ കേട്ടത് എന്താണെന്നറിയാമോ? മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് യേശുക്രിസ്തു ദൈവമാണെന്ന് അവൻ സ്ഥാപിക്കുന്നു, അവൻ തെളിയിക്കുന്നു. പൗലോസ് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ ചിന്തയാണ് പൗലോസിനെ മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ എത്രത്തോളം ആണ്ട് കിടക്കുന്നു എന്ന് അറിയാൻ തനിക്ക് ചിന്ത തോന്നി.
പൗലോസിന്റെ എന്താണ് ഈ പാപം? അവിടെ എന്ന് പറയാം പൗലോസിന്റെ ചിന്തയിൽ. അപ്പൊ എന്താ ഈ പാപത്തിന് ഇത്ര പ്രത്യേകത? ആ ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയത്. നമ്മുടെ മോഡേൺ ആളുകൾ പലപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു കാര്യമല്ലേ? മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞാൽ, പാപം ഇത്ര വലുതാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ പലരും നമ്മളെ കുറ്റം പറയുന്നത് തന്നെയല്ലേ? അവർ പറയുന്ന മനുഷ്യൻ പാപിയാണ് എന്ന്. പൗലോസ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഒന്നാണ് ഈ പാപം എന്ന പദം. ഒരു പദം മാത്രമേ ഉപയോഗിക്കുന്നു, പല പദങ്ങൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക പദമുണ്ട്, നിങ്ങൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഗ്രീക്കൊക്കെ അറിയത്തില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ പറയുന്നത് ഹമാഷ്യ എന്നൊരു പദം. ആ പദം പൗലോസ് ഉപയോഗിക്കുന്നത് തന്റെ ലേഖനങ്ങളിൽ 64 പ്രാവശ്യമാണ്, 64 ടൈംസ്. അതിൽ തന്നെ 48 തവണ പൗലോസ് ഉപയോഗിക്കുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനമാ സുവിശേഷം. എന്താ സുവിശേഷം എന്ന് അറിയണമെങ്കിൽ നമ്മൾ വായിക്കേണ്ടത് റോമാലേഖനമാണ്. മറ്റൊരു കാര്യം, ഇതിൽ പലതും പൗലോസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പാപവും പാപങ്ങളും. പൗലോസ് ഉപയോഗിക്കുന്ന പാപം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ പാപത്തിന് നമ്മൾ ആരാണ്? ഒന്നെടുത്ത് റോമാലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കണം. കുറച്ചേറെ വാക്യം ഞാൻ പറയും കേട്ടോ, എല്ലാം വായിക്കാൻ പറ്റുന്നെങ്കിൽ എഴുതിയിട്ടാലും മതി. റോമാലേഖനം 6-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 17 വായിച്ച ആദ്യം അതിന്റെ 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാർ അല്ലേ? വായിച്ചു. ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച മതി. എനിക്ക് തൽക്കാലം അത്രയും മതി. നിങ്ങൾ വായിച്ചു ബ്രദറെ. എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാർ ആയിരുന്നുവെങ്കിലും. പാപത്തിന് ആരാണ് ദാസന്മാർ? ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സെർവൻസ് എന്നല്ല എഴുതിയിരിക്കുന്നത്. യു ആർ സ്ലേവ്സ് ടു സിൻ. നിങ്ങൾ പാപത്തിന് അടിമകൾ. അതിന് 20-ാം വാക്യം വായിച്ച്. 20-ാമത്തെ വാക്യം, നിങ്ങൾ പാപത്തിന് ദാസന്മാർ ആയിരുന്നപ്പോൾ. അപ്പൊ നോക്കി വീണ്ടും, when you were slaves to sin. അപ്പൊ എന്റെ അർത്ഥം പാസ്റ്റ് ടെൻസിൽ എഴുതി, ഇപ്പൊ മാറ്റം വരുത്തി വന്നു, അതിലേക്ക് വരാം. അപ്പൊ ഒരു കാര്യം, പൗലോസിന്റെ ചിന്തയിൽ ഞാനും നിങ്ങളും ആരാ? സകല മനുഷ്യരും ആരാ? പാപത്തിന് ദാസന്മാരെ. 7-ാം അധ്യായത്തിൽ 14-ാം വാക്യം നോക്കിയേ. 7-ാം അധ്യായത്തിൽ 14-ാം വാക്യം, പിന്നെ ഞാനോ ജഡമായ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടതാണോ? പാറിന്റെ അടിമയാ? പാപത്തിന്റെ അടിമയാ? പാപത്തിന് വിറ്റതായല്ലേ? ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇനി 7-ാം അധ്യായത്തിന്റെ തന്നെ 23-ാം വാക്യം ഒന്ന് നോക്കിക്കേ. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണം എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. പിന്നെ അതെന്നെ പാപപ്രമാണത്തിന് ബദ്ധനാക്കി കളയുന്നു. എന്നെ ബദ്ധൻ, ക്യാപ്റ്റീവ്. 3-ാം അധ്യായം 1-ാം വാക്യം നോക്കിക്കേ. റോമലേഖനല്ല, എഫെസ്യർ 3-ാം അധ്യായം 1, 4-ാം അധ്യായം 1 വായിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന പൗലോസ് എന്ന a captive of Christ, a prisoner of Christ. So what is the meaning of that ബദ്ധൻ? ബദ്ധപ്പെടുന്നവനല്ലേ ബദ്ധൻ അല്ലേ? ചില വാക്കുകളൊക്കെ നമുക്ക് കുഴപ്പമുണ്ടാകും. ഈ സക്കായി ബന്ധപ്പെട്ടിറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ചില പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. സക്കായി ഭയങ്കര ബന്ധപ്പെട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ ഇവല് അത്യാവശ്യം ഇപ്പം കയറുമല്ലോ. പിന്നെ കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണല്ലോ ഇറങ്ങാൻ. മരത്തെ കയറാൻ അറിയാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് കയറുന്ന ഇത്ര സ്പീഡിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ബന്ധപ്പെട്ടിറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ ഇറങ്ങി. അങ്ങനല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഹേസ്റ്റ് എന്ന വാക്ക എന്ന് പറഞ്ഞാൽ സക്കായിയെ നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞപ്പം എന്റെ ഭാഷയിൽ പറഞ്ഞ സക്കായി ആയിരുന്ന സ്ഥലത്ത് നിന്നുള്ള പിടിയും വിട്ടെന്നാണ്. അതിൽ വേഗത്തിൽ തന്നെ ഇട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അവിടുന്ന് ഞാൻ പോന്നു. അതാ ബന്ധപ്പെട്ട്. ഇവിടെ അതല്ല ബന്ധൻ എന്നാ captive. I am so. 4 വാക്യം ഞാൻ പറഞ്ഞല്ലേ. 6:17 പറഞ്ഞു you are slaves to sin. 20 പറഞ്ഞു slaves to sin. 7-ാം അധ്യായത്തിൽ 14 പറഞ്ഞിരിക്കുന്നത് sold under sin. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് captivity. ആരൊക്കെയായത്? ഇത് ആരൊക്കെയാ ഇങ്ങനെ ആയത്? ആരെങ്കിലും ഇതിൽ നിന്ന് വിമുക്തരായിട്ടുണ്ടോ?
ഇല്ല. റോമാലേഖനമല്ലേ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കണം. അവിടെ വായിക്കുന്ന സകല ജാതികളും പാപത്തിന് അധീനരാ. സംസ്കാര സമ്പന്നരായ ആളുകൾ പാപത്തിന് അധീനരാ. യഹൂദന്മാർ പാപത്തിന് അധീനരാ. അതിന്റെ ഏറ്റവും കൺക്ലൂഷനാണ് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവിടെ വായിക്കുന്ന എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. വേഗത്തിൽ അങ്ങനെ പറഞ്ഞു പോവുക. ഈ റോമാലേഖനം 1, 2, 3 അധ്യായങ്ങൾ ഒരു വലിയ കോടതി നടക്കുന്ന വിസ്താരമാണ്. ആദ്യം ആരെയെ കൊണ്ട് നിർത്തുന്നത്? ദൈവത്തെക്കുറിച്ച് ഒരു അറിവില്ലാത്ത, ന്യായപ്രമാണമില്ലാത്ത ജാതികളായ ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് വിധി കൽപ്പിക്കുക. അവരെല്ലാവരും ആരാ? പാപികളാ. കാരണം എന്താ? ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങളൊക്കെ അവർക്ക് ബുദ്ധിക്ക് തെളിവാൻ വന്നിരുന്നുവെങ്കിലും അവർ ദൈവത്തെ അറിയുകയോ താൻ ദൈവമെന്ന് ഓർത്തവനെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. ഇനി യഹൂദനെ, റോമക്കാരനെ കുറിച്ച് പറയുന്നു, അവൻ സംസ്കാര സമ്പന്നനാ, വിദ്യാഭ്യാസമുള്ളവനാ, പക്ഷെ അവരും പാപത്തിന് അധീനനാ. ഇനി പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആരാ? യഹൂദൻ, ദൈവത്തിന്റെ സ്വന്തം ജനം. എന്താ സംഭവിച്ചത്? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും പക്ഷികളുടെയും പ്രാക്കളുടെയും ഒക്കെ രക്തം നദി പോലെ ഒഴുക്കിയിട്ടും നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രിയാകുന്നത് വരെ സമാഗമന കൂടാരത്തിലും അതുപോലെ തന്നെ ആലയത്തിലും ആയിരക്കണക്കിന് മൃഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടും എന്ത് സംഭവിച്ചില്ല? പാപത്തിന് പരിഹാരം വന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനെന്ന് പറയാൻ പറ്റിയിട്ടും എന്ത് സംഭവിച്ചില്ല? പാപത്തിന് വ്യത്യാസം വന്നില്ല. അതെങ്ങനെ പാപത്തിന് വ്യത്യാസം വരാത്തത്? എങ്ങനെയാ പൗലോസിന് അറിയാൻ പറ്റുന്നത്? അതുപോലെ എനിക്കെല്ലാം പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പോയത് വീട്ടിൽ വായിച്ചു നോക്കണം. നിങ്ങൾക്ക് സഹായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ഞാൻ വേഗത്തിൽ അതൊന്ന് അധ്യായം വെച്ച് ഒന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യമാക്കി തരാം. ഞാൻ പറഞ്ഞത് പൗലോസ് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. ഒരു പദം ഞാൻ പറഞ്ഞു, ഹമാഠ്യ. അല്ലെ? എന്താ ഈ ഹമാഠ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഈ പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ പാപികളായി തീരുന്നത് എങ്ങനെയാണ്? ഞാൻ പാപിയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? അങ്ങനെ തോന്നിയായിരുന്നോ? അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ടവർക്കാർക്കും തോന്നാൻ സാധ്യതയില്ല. കാരണം എന്നാ? പാപബോധം കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ചിലരൊക്കെ വീട്ടിൽ നിന്നൊക്കെ പേരൻസ് ഒക്കെ പറഞ്ഞു വിടുമായിരിക്കും, ഇവിടെ എങ്ങനെ സംഭവിച്ചതല്ല. ചിലപ്പോൾ നമുക്കൊന്ന് തോന്നുകയായിരിക്കും. ചിലപ്പോൾ ഒരു യോഗത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കൈപൊക്കി, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ കൈപൊക്കി, മുമ്പിൽ നിൽക്കുന്ന ആള് കൈപൊക്കി, പുറകിൽ നിൽക്കുന്ന ആൾ കൈപൊക്കിയപ്പോൾ നമ്മളൊന്ന് പൊക്കാൻ തുടങ്ങി. അപ്പൊ പ്രസംഗിച്ചയാൾ പറഞ്ഞു, അത്രയും പൊക്കിയാ പോരാ, ശരിക്കും കൈ പൊക്കിക്കുക. പുള്ളിക്ക് എന്നെ കൊടുക്കണേ. നമ്മുടെ വിചാരം നമ്മൾ രക്ഷിക്കപ്പെട്ടതാ. നിങ്ങൾക്കും മനസ്സാന്തരം ഉണ്ടാകത്തില്ല. ഈ പാപബോധം ഉണ്ടാകാതെ ഒരിക്കലും മനസ്സാന്തരം സംഭവിക്കത്തില്ല. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ എന്താ ഈ പാപം? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, പാപം ഒരു ശക്തിയാണ്. Sin is not only the evils that we are doing, not our actions. നമ്മുടെ ചെയ്തികളല്ല പാപം. ആ പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കുന്നതെന്നോ അതാണ് പാപം. അപ്പൊ പാപം എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം ഒരു യജമാനൻ അല്ലേ? നിങ്ങൾ ആരുടെ അടിമകളാ? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ദാസനാണെങ്കിൽ യജമാനി പുറത്തുണ്ടല്ലോ. യജമാന്റെ അവിടെ ആരാ? പാപം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ. പാപത്തിന് നിങ്ങളെ അടിമയായി വിറ്റിരിക്കുന്നു. അപ്പം sin is a master, sin is a power, sin is a force. Impersonal force അല്ല. പാപത്തിലേക്ക് നമ്മെ പാപപ്രവർത്തികളിലേക്ക് നമ്മെ തള്ളിവിടുന്ന ഒരു മാസ്റ്ററാണ് പാപം. ഞാൻ അല്പം കൂടെ ഒന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മനുഷ്യൻ പാപം ചെയ്യേണ്ടവനാണോ? അല്ല. കാരണം എന്നാ? അവനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. അപ്പം ആക്ച്വലി അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയണല്ലേ? അവൻ പാപം ചെയ്യാതിരിക്കണമെന്നല്ലേ? പക്ഷെ എന്താ സംഭവിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഞാൻ പാപം ചെയ്തു പോവുകയാണ്. നമ്മളിപ്പോ വായിച്ചൊരു വേദഭാഗമുണ്ടല്ലോ, 7-ാം അധ്യായം, അതിന്റെ ഏറ്റവും 25-ാം വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. 24-23 വായിച്ച്,
എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ അതെന്റെ അവയവങ്ങളിലുള്ള അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 24-20 ഇവിടെ വായിച്ചത് ഞാൻ പറയാം. അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ. പിന്നെ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പിന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപ പ്രമാണത്തെയും സേവിക്കുന്നു. അല്ലെ, ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കണമെങ്കിലും ഞാൻ തൽക്കാലത്തെ നിർത്താം, കാരണം PIP നടക്കണമല്ലോ. സ്തോത്രം. പൗലോസ് പറയുക, എന്റെ അവയവങ്ങളിൽ ഒരു ലോ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ അവയവങ്ങളിൽ ഒരു ലോ വർക്ക് ചെയ്യുന്നു. എന്താ വർക്ക് ചെയ്യുന്ന ലോ? പാപത്തിന്റെ ഒരു പ്രമാണം എന്റെ അവയവങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് എന്റെ ജഡം കൊണ്ട്, എന്റെ ശരീരം കൊണ്ട് ഞാൻ ആരെയാ സേവിക്കുന്നത്? പാപത്തെ സേവിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് എന്തിനെ സേവിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ദൈവത്തെ സേവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. രണ്ട് നിയമങ്ങൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടുകയാണ്. ഒരു നിയമം ഏതാണെന്ന് അറിയാമോ? മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ദൈവം പാപം ചെയ്യേണ്ടവനാണോ? അല്ല. അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ. അപ്പൊ അവന്റെ അകത്ത് എന്തൊരു ധാരണയുണ്ട്? പാപം ചെയ്യരുത്. അതിനല്ലേ ന്യായപ്രമാണം പ്രമാണിക്കുന്നത്? ന്യായപ്രമാണം പ്രമാണിക്കുന്നതിനല്ലേ? പക്ഷെ പൗലോസ് പറയാ, 7-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിക്കണേ, 6-ാം അധ്യായം 7-ാം അധ്യായം വായിക്കണം. പൗലോസ് പറയാ, എനിക്ക് ആഗ്രഹമുണ്ട് പാപം ചെയ്യാതിരിക്കാൻ, പക്ഷേ എന്താ സംഭവിക്കുന്നത്? എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ശ്രമിക്കുകയാണ് പാപം ചെയ്യാതിരിക്കാൻ. പക്ഷെ സംഭവിക്കുന്നതിനാ ഞാൻ അറിയാതെ പാപം ചെയ്തു പോവുകയാണ്. അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം എന്റെ അകത്ത് ഒരു പാപത്തിന്റെ പ്രകൃതമുണ്ട്. A sin nature is in me. വേദപുസ്തകം ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലഷ്, ജഡം. നമ്മുടെ മനുഷ്യ പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്, ഫ്ലഷ്. അപ്പൊ ഈ ജഡത്തിൽ ഞാൻ വസിക്കുന്നത് കൊണ്ട് എന്റെ ജഡം കൊണ്ട് ഞാൻ എന്തിനെ സേവിക്കുന്നു? പാപത്തെ സേവിക്കുന്നു. പക്ഷെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ എന്തിനെ സേവിക്കുന്നു? ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? എനിക്കത് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരു കാര്യം തിരിച്ചറിയുക, പാപം എന്റെ ഭാഗമാണ്. Sin is a part of me. Whatever I do, however better I think, whatever good resolutions I can come to, I won't be able to get rid of the power of sin. എനിക്ക് എന്നെ തന്നെ മോചിപ്പിക്കാൻ കഴിയാത്ത, എനിക്ക് എന്നെ തന്നെ വിടുവിക്കാൻ കഴിയാത്ത വലിയൊരു ശക്തി എന്നെ അമർത്തി വച്ചിരിക്കുന്നു. നല്ല ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ആ നല്ല ആഗ്രഹം കൊണ്ട് എനിക്കിതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നില്ല, സ്വതന്ത്രമാകാൻ കഴിയുന്നില്ല. ഇതാരാ പറയുന്നത്? ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനെന്ന ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പറയാണ്, ഇപ്പോൾ ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. A law of sin is controlling my members. എന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ ഒരു പാപത്തിന്റെ പ്രമാണം അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ പുറത്തു വരാൻ പറ്റും? എനിക്കെങ്ങനെ പുറത്തു വരാൻ പറ്റും? അടുത്തൊരു ചിന്തയിലേക്ക് മാത്രം പോയി ഞാൻ വേഗത്തിൽ അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റി. ഞാൻ ആ ചിന്ത, അപ്പൊ ഇതെവിടെ ഈ പാപം എവിടെയാ പ്രകടമാകുന്നത്? പൗലോസ് പറയാ, ഞാൻ പാപത്തെ സേവിക്കുന്നത് ഏതുകൊണ്ടാണ്? ആത്മാവ് കൊണ്ടല്ല. പിന്നെന്താ സേവിക്കുന്നത്? എന്റെ ജഡം കൊണ്ട്. അപ്പൊ ഇത് വ്യക്തമാകുന്നത് എവിടെയാ? ജഡത്തിലാ. ജഡം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല. നിങ്ങൾ ഓർക്കരുത് നമ്മുടെ ശരീരമാ പാപം. ശരീരം പാപമല്ല, അതിന് വേറെ അർത്ഥമാണുള്ളത്. എന്ന് പറഞ്ഞാൽ പാപം പ്രകടമാകുന്നത് എവിടെയാ? ശരീരം മൂലം. ശരീരം അതിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അത് വിസിബിൾ ആയിട്ടുള്ള ബോഡി മാത്രമല്ല, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, അതിലല്ലേ ഇത് വരുന്നത്, അവിടെയല്ലേ ഇത് പ്രകടമാകുന്നത്. അപ്പൊ ഈ അടിമത്വത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ സ്വതന്ത്രമാകാൻ പറ്റും? അപ്പൊ ഇപ്പൊ പൗലോസ് ഒരു കാര്യം സമ്മതിച്ചു, ഞാൻ അടിമയാണ്. ആരുടെ അടിമയാണ്?
ആരുടെ അടിമയാണ്? പാപത്തിന്റെ അടിമയാണ്. അതിന് ദാസനായി ഞാൻ വിൽക്കപ്പെട്ടവൻ. ആ ചിന്ത പൗലോസിനെ നയിക്കുന്നത് മറ്റൊരടിമത്വത്തിലേക്കാണ്. എവിടുന്ന ഇതുവഴിയായി പാപം പ്രകടമായി വരുന്നത്? ജഡത്തിലൂടെ. അപ്പൊ ഞാൻ ആർക്കടിമയാ? ജഡത്തിനടിമയാ, അല്ലേ? അത് നിമിത്തം നമ്മൾ റോമാലേഖനത്തിൽ ആദ്യം വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അല്ലേ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ ആർക്കടിമയാ? മരണത്തിനടിമയാണ്. അപ്പൊ ഇതിന് രക്ഷപ്പെടാൻ എന്താ മാർഗം? രക്ഷപ്പെടാൻ ഒരു മാർഗം പൗലോസ് കണ്ടെത്തി, അല്ലെ? യഹൂദൻ കണ്ടെത്തി. അത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ അടുത്ത് ചെന്നപ്പോ എന്താണെന്നറിയോ? സ്തോത്രം, അത് പറയാനായിട്ട് സമയമില്ലല്ലോ. ഈ ന്യായപ്രമാണത്തിന്റെ അടുത്തേക്ക് ലോ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ. ഞാൻ രണ്ട് പ്രമാണം കാണുക. എന്റെ ആത്മാവ് കൊണ്ട് അല്ലെങ്കിൽ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഏത് പ്രമാണത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു? ദൈവത്തിന്റെ പ്രമാണത്തെ. പക്ഷെ എന്റെ ശരീരം കൊണ്ട്, എന്റെ ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ. ആ ന്യായപ്രമാണത്തിന്റെ അടുത്ത് ചെന്നപ്പോ എന്താ പറയുന്നത് അറിയാമോ? ആവർത്തന പുസ്തകം 28 അധ്യായം വായിച്ചിട്ടില്ലേ? വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ന്യായപ്രമാണത്തിന്റെ അടുത്ത് ചെന്നത് എന്തിനു വേണ്ടിയാ? എന്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന, എന്നെ അടിമയാക്കിയിരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഞാൻ എവിടെ ചെന്നു? ന്യായപ്രമാണത്തിന്, ദൈവത്തിന്റെ പ്രമാണത്തിന് അടുത്ത് ചെന്നു. ദൈവത്തിന്റെ പ്രമാണത്തിന്റെ അടുത്ത് ചെയ്തപ്പോൾ ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ മിസ് ദ ടാർഗറ്റ്, മിസ് ദ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് തെറ്റിക്കുകയാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ദൈവം വെച്ച സ്റ്റാൻഡേർഡാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് വരെ എത്താതിരിക്കുന്നതാണ് പാപം. പറഞ്ഞ മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. നേരത്തെ പൗലോസ് പറഞ്ഞ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യം. ഇപ്പൊ പൗലോസ് പറയുന്നത് അറിയാമോ? എനിക്ക് അവിടം വരെ ചെല്ലാനായിട്ട്. അതല്ല 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിച്ചത്. അവിടെ വായിച്ചതെന്ന് 21 വായിച്ചത്, ഞാൻ എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളെ പാപത്തിന്റെ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. വിടിക്കപ്പെടാൻ മാർഗമില്ല. പക്ഷേ ഈ ന്യായപ്രമാണത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ സംഭവിച്ചെന്നറിയാമോ? ന്യായപ്രമാണം പിടിച്ചടുത്ത് നിർത്തി. ഓർത്തഡോക്സ് 28-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ന്യായപ്രമാണം അടുത്ത് പറയാ, ഇത് നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇത് നീ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇത് നീ അനുസരിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ വേറൊരു കൂട്ടരെ നോക്കിയിട്ട് പറയാ, അനുസരിക്കാത്തവരെ നോക്കിക്കൊണ്ടോ. എന്താ പറയുന്നത്? വായിച്ചിട്ടില്ലേ? എന്താ പറയുന്നത്? ആ വാക്യങ്ങളൊക്കെ നമ്മുടെ പ്രവാചകന്മാരെ ചിലപ്പോൾ എടുത്ത് പറയത്തില്ലേ? നിന്റെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും, നീ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, അങ്ങനെ അനുഗ്രഹിക്കപ്പെടും, നീ വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷി അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന ഈ പ്രമാണങ്ങളൊക്കെ നീ പാലിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ഇനി പ്രമാണിച്ചില്ലേലോ അടുത്ത എന്തുവാ? ശാപം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ അടുത്ത് ചെന്നിട്ട് തിരിച്ചു പോരുന്നത് അനുഗ്രഹവും കൊണ്ടാണോ പോരുന്നത്? ശാപവും കൊണ്ടാണോ പോരുന്നത്? തീർച്ചയായിട്ടും അവൻ വരുന്നത് ശാപവുമായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞു നിർത്താം. അടുത്ത ബാക്കി പറയാം. കാരണം PVP നടക്കണമെന്ന് തുടങ്ങിയത് എവിടുന്നാ? പൗലോസിനുണ്ടായ ബോധ്യം എന്താ? ഞാൻ പാപിയാണ്, അല്ലേ? പാപത്തിന്റെ അവയവങ്ങളിൽ വർക്ക് ചെയ്യുന്നു. പാപത്തിന്റെ ദാസനായി ഞാൻ വിൽക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പാപത്തിന് അടിമയാണ്, ഞാൻ പാപത്തിന്റെ ദാസനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്തു? എന്റെ ബുദ്ധി കൊണ്ട് ദൈവം തന്ന പ്രമാണം ഞാൻ അനുസരിക്കാൻ നോക്കി. ഞാൻ ജയിച്ചോ? ഞാൻ ജയിച്ചില്ല. ഇപ്പോൾ ഞാൻ ആരായി തീർന്നു? ഞാൻ മറ്റൊന്നിന്റെ ദാസനായി തീർന്നു. ഏതിന്റെ ദാസൻ? ന്യായപ്രമാണത്തിന്റെ ദാസൻ. അവിടെ എനിക്ക് കിട്ടിയതെന്തുവാ? ശാപമാ കിട്ടിയത്. അപ്പൊ എനിക്ക് ആരെയാ വേണ്ടത്? ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കാൻ കഴിയുന്ന, പാപത്തിന്റെ ആ ദാസ്യത്തിൽ നിന്നും, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും, ജഡത്തിന്റെ ആ അധികാരത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ ഒരുവരെ എനിക്ക് ആവശ്യമുണ്ട്. പൗലോസ് തിരിച്ചറിയുക. 7-ാം അധ്യായം 25-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അതാ പറയുന്നത്. എന്താ? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ശരീരം എന്ന് പറയുന്നത് ഈ ബോഡിയെ ഉദ്ദേശിക്കുന്നത് ഫ്ലഷിൽ നിന്ന്,
ഈ ജഡത്തിൽ നിന്ന് എങ്ങനെയാ മരണത്തിന് അധീനമായത്? പാപത്തിന് ശമ്പളമാണ് മരണം. അപ്പൊ പാപം നിമിത്തം, ജഡം നിമിത്തം പാപത്തിനും, പാപം നിമിത്തം മരണത്തിനും അധീനമായ എന്റെ ഈ ജഡത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്താ അടുത്ത വാദ്യം ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ പൗലോസിന് മനസ്സിലായി, ഈ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, അതുമൂലം ജഡത്തിന്റെ അധികാരത്തിൽ നിന്ന്, അതുമൂലം പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, അതുമൂലം മരണത്തിന്റെ അധികാരത്തിൽ നിന്ന്, അതുമൂലം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ തന്റെ ജഡത്തിൽ മരണം ഏറ്റെടുത്ത ഒരുവനുണ്ട്. ഒന്നുകൂടെ അടുത്തൊരു വാചകം കൂടെ പറയാം. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോഴാ കൂടുതൽ കാണാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവൻ ശാപമായി തീർന്നു. അല്ലേ എന്ന് പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എന്താ? ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? എന്താ യഹൂദൻ യേശുവിനെ വിശ്വസിക്കാതിരുന്നത്? യഹൂദന്റെ കയ്യിലിരിക്കുന്ന വചനം അനുസരിച്ച് ഒരുവൻ മരത്തിൽ തൂങ്ങിയാൽ അവൻ ആരാ? ശപിക്കപ്പെട്ടവനാ. അപ്പോൾ നസ്രയനായ യേശു ആരാ? ശപിക്കപ്പെട്ടവനാ. ശപിക്കപ്പെട്ടവനാണോ മശീഹ? ശപിക്കപ്പെട്ടവനാണോ ദൈവപുത്രൻ? ശപിക്കപ്പെട്ടവനാണോ അനുഗ്രഹിക്കുന്നവൻ? ശപിക്കപ്പെട്ടവനാണോ വിടുവിക്കുന്നവൻ? ശപിക്കപ്പെട്ടവനാണോ? യഹൂദൻ അനുവദിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. പക്ഷെ ഒരു യഹൂദൻ അത് മനസ്സിലായി. ആ യഹൂദനാണ് അപ്പോസ്തലനായ പൗലോസ്. അവന് മനസ്സിലായത് എന്താണെന്നറിയാമോ? അവൻ ശപിക്കപ്പെട്ടത് എന്റെ ശാപം അവൻ വഹിക്കുകയായിരുന്നു. അവൻ എനിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ ആ ശാപം ഏറ്റെടുക്കുകയായിരുന്നു. അവന്റെ മരണത്താൽ, എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമല്ലേ വായിച്ചത്? അവിടെ വായിച്ചത് എന്താ? അവന്റെ മരണത്താൽ. അല്ലേ? വായിച്ചു നോക്കുന്ന വാക്യം എന്താണ് വായിച്ചത്? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. വീണ്ടെടുപ്പിനെ പറയുന്നത് ലിബർട്ടി ഉണ്ട്, ഫ്രീഡം ഉണ്ട്. എവിടുന്ന് ഫ്രീഡം ഉണ്ട്? ഈ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, സ്തോത്രം, മരണത്തിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നൊക്കെ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം തരുന്ന അബ്സല്യൂട്ട് ഫ്രീഡമാണ് യേശുക്രിസ്തുവിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, യേശുക്രിസ്തു നിമിത്തം ഇനി ശാപം നമുക്കില്ല, ബന്ധനം നമുക്കില്ല, സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയ ചോദ്യത്തിന്റെ പകുതിയായുള്ളൂ. ഞാൻ പറഞ്ഞത് പാപത്തിന്റെ ശക്തിയും ന്യായപ്രമാണത്തിന്റെ ശക്തിയും ജഡത്തിന്റെ ശക്തിയും ഒക്കെയാണ് ഞാൻ അല്പമായി പറഞ്ഞത്. ഇതിൽ സ്വാതന്ത്ര്യം വരുന്നത് ഏതാ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം. എന്ത് യേശുക്രിസ്തു എന്ത് ചെയ്തിട്ട് സ്വാതന്ത്ര്യം വരുത്തിയത്? ഈ 7-ാം വാക്യം വായിക്കുന്നത്, അവന്റെ രക്തത്താൽ. ദാറ്റ് മീൻസ് അവന്റെ മരണത്താൽ. സ്തോത്രം, അവന്റെ മരണം. അതെങ്ങനെ സ്വാതന്ത്ര്യം വരുത്തിയെന്ന് കർത്താവ് അനുവദിച്ചാൽ വരും ദിവസം ഞാൻ പറയാം. വാക്കുകളോട് നിർത്തട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചിന്ത പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനും നിങ്ങളും പാപം ചെയ്ത് പാപികളായതല്ല, ഞാനും നിങ്ങളും പാപികളായതുകൊണ്ട് പാപം ചെയ്യുകയാണ്. രക്ഷപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നീതി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പൗലോസ് പറയാ, എന്റെ അവയവങ്ങളിൽ മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു. ആ പ്രമാണം ഏതാ? പാപത്തിന്റെ പ്രമാണമാണ്. സ്തോത്രം. അതാണ് നമ്മെ പാപിയാക്കി തീർത്തത്. യേശുവിന്റെ രക്തത്താൽ, അവന്റെ മരണത്താൽ, അവൻ ജഡത്തിൽ നമ്മുടെ മരണം വഹിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? ആ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, ക്രിസ്തുവിനെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചു. പൗലോസും പത്രോസും വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അത് തന്നെയല്ലേ പൗലോസും പറയുന്നത്? സ്തോത്രം, വീണ്ടെടുപ്പ് രക്തം മൂലമാണ്. നമ്മെ വിടുവിച്ചത് വീണ്ടെടുപ്പ് രക്തം മൂലമാണ്. സ്തോത്രം. ഇസ്രായേലിനെ വിടുവിച്ചതും ഒരു രക്തം മൂലമാണ്. അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്.
എന്നാൽ അതിനേക്കാൾ അത്രയും ശ്രേഷ്ഠമായ ലോകസ്ഥാപനത്തിന് മുമ്പേ മാറ്റി നിർത്തിയ ദൈവകുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന കർത്താവിന്റെ മേശയിലേക്ക് നാം പ്രവേശിക്കുകയാണ്.